നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീഷണി സന്ദേശത്തിന് പിന്നാലെ ഡൽഹി പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. അതീവ ജാഗ്രതയിൽ തലസ്ഥാനം. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗം. നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണം. പ്രത്യേക സംഘം അന്വേഷണം നടത്തും. ചരിത്രത്തിലാദ്യമായി തലശ്ശേരി അതിരൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്. വേദിയായി തോമാപുരം ഫൊറാന ദേവാലയം. മുനമ്പ് ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. വാർത്തകൾ വിശദമായി. ദില്ലി പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. PVR സിനിമ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടന ഭീഷണി സന്ദേശം 11:48 വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. നേരത്തെ പ്രശാന്ത് വിഹാറിലെ CRPF സ്കൂളിന് സമീപം സ്ഫോടനം നടന്നിരുന്നു. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പ്രശാന്ത് വിഹാറിലെ പാർക്കിന് സമീപമുള്ള അതിർത്തി മതിലിനോടടുത്താണ് സ്ഫോടനമുണ്ടായത്. എന്താണ് പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമല്ല. സംഭവ സ്ഥലത്ത് നിന്ന് വെള്ള നിറത്തിലുള്ള പൊടിക്ക് സമാനമായ വസ്തു കണ്ടെത്തി. കഴിഞ്ഞ മാസം പ്രശാന്ത് വിഹാറിൽ CRP സ്കൂളിന് സമീപം സ്ഫോടനം നടന്നിരുന്നു. അപകടത്തിൽ സ്കൂളിന്റെ മതിൽ തകർന്നെങ്കിലും ആളപായമുണ്ടായില്ല. ഈ 2 ഇടങ്ങളിൽ നിന്ന് ഈ വെളുത്ത പൊടി പോലുള്ള പദാർത്ഥം പോലീസിന് ലഭിച്ചിരുന്നു. പ്രശാന്ത് വിഹാറിൽ ബോംബ് സ്ഫോടനമുണ്ടാവുമെന്ന ഭീഷണി സന്ദേശം രാവിലെ ലഭിച്ചിരുന്നു. ഉടൻ തന്നെ 4 അഗ്നിരക്ഷാസേന വാഹനവുമായി ഞങ്ങൾ സ്ഥലത്തേക്ക് എത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണെന്ന് ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ PTIയോട് വ്യക്തമാക്കി. സംഭവ സ്ഥലത്തു നിന്ന് വെള്ള നിറത്തിലുള്ള പൗഡർ പോലീസ് കണ്ടെടുത്തതായും വിവരമുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഫോടനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. കസവ് സാരിയുടുത്ത് കേരളീയ വേഷത്തിൽ ലോക്സഭയിലെത്തിയ പ്രിയങ്കയെ കോൺഗ്രസ് MPമാർ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗമാണ് പ്രിയങ്ക. വയനാട് MPയായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിൽ സാന്നിധ്യമാകുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗവും മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗവുമാണ്. ഇന്നത്തെ പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധി ഭാഗമാകും. അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തിയത്. ജീവിത പങ്കാളി റോബർട്ട് വാദ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു. വയനാട്ടിൽ മുൻ MP രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്കയുടെ കന്നി വിജയം. ഏറെ നാൾ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക അണിയുന്നത്. ലോക്സഭാ സന്ദർശക ഗാലറിയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ സോണിയാഗാന്ധിയും എത്തിയിരുന്നു. പ്രിയങ്കയ്ക്കു പിന്നാലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് MP രവീന്ദ്ര വസന്ത് റാവു ചവാനും സത്യപ്രതിജ്ഞ ചെയ്തു. AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നത് കോൺഗ്രസിന് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ആദ്യം ഉന്നയിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ വിഷയമായിരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചിരുന്നു. തൃശൂർ പൂരം അതിന്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും നടത്തണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്ന് മന്ത്രി K രാജൻ. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചട്ടഭേദഗതിയിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ചർച്ച ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വെച്ച് പൂരം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. തൃശൂർ പൂരത്തിലെ കുടമാറ്റം പോലും നടത്താനാകാതെ വരും. പ്രധാനപ്പെട്ട ഒരുപാട് എഴുന്നള്ളിപ്പുകളെ അത് ബാധിക്കും. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാനാണ് തീരുമാനമെന്നും നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലുള്ള വനം മന്ത്രി ഡിസംബറിൽ തിരികെ എത്തിയാലുടൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കുമെന്നും K രാജൻ അറിയിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിശോധിക്കുമെന്നും ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരോട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കേൾക്കാതെയാണ് കോടതിയുടെ നിർദ്ദേശം വന്നത്. ചട്ടഭേദഗതി വേണോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന അനിവാര്യമാണ്.
പൂരം അതിന്റെ എല്ലാ സൗകര്യങ്ങളോടും നടത്തണമെന്നതാണ് സർക്കാരിന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഉത്സവങ്ങൾക്കടക്കം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചത്. ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ പരിപാലനവും കൂടി പരിഗണിച്ചാണ് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണം. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കാനാകാത്ത മതാചാരമാണെന്ന് പറയാനാകില്ല. അകലപരിധി കുറയ്ക്കാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. അഭിപ്രായ പ്രകടനങ്ങൾ പരിഗണിച്ച് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ, പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് 1400 കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ്. പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ്. അപ്പം അത്രയും പാരമ്പര്യവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഉത്സവങ്ങളായി, പ്രത്യേകിച്ച് പൂരങ്ങളായി, ആന എഴുന്നള്ളിപ്പിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത്. പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ആ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചട്ടഭേദഗതി മതിയാകുമോ അതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങൾ വേണമോ എന്നതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുമുള്ള കൂടിയാലോചന വളരെ അനിവാര്യമാണ്. മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യണം. ഭൂമിയുടെ നിലവിലെ സ്ഥിതി, ഭൂമിയുടെ വ്യാപ്തി എന്നിവ പരിശോധിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം. അതിനിടെ മുനമ്പം ഭൂമി സംബന്ധിച്ച പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കമ്മീഷന് ആവശ്യമായ ഓഫീസും ഇതര സംവിധാനങ്ങളും സമയബന്ധിതമായി ഏർപ്പെടുത്തുവാനുള്ള ചുമതല എറണാകുളം ജില്ലാ കളക്ടർക്കാണ് നൽകിയിട്ടുള്ളത്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. മുനമ്പം ഭൂമി വിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് കമ്മീഷനെ നിയമിച്ചത്. പരിഗണനാ വിഷയങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരിഗണനാ വിഷയങ്ങൾ കിട്ടിയാൽ മാത്രമേ അന്വേഷണം നടത്താൻ കഴിയൂ. ജനങ്ങൾ കമ്മീഷനോട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. സർക്കാരിന്റെ സഹകരണവും വേണം. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് വഖഫ് ബിൽ ശീതകാല സമ്മേളനത്തിൽ പരിഗണിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത്. സംയുക്ത പാർലമെന്ററി യോഗത്തിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ പിൻവലിഞ്ഞത്. വഖഫ് നിയമ ഭേദഗതിയിലെ റിപ്പോർട്ടിനെ അന്തിമ രൂപം നൽകാൻ ചേർന്ന യോഗം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ബഹളമായി. നടപടികൾ പൂർത്തിയായെന്നും റിപ്പോർട്ട് മറ്റന്നാൾ കൈമാറുമെന്നും സമിതി അധ്യക്ഷൻ ജഗദാബിക് പാൽ അറിയിച്ചതോടെ പ്രതിപക്ഷ നേതാക്കൾ പ്രകോപിതരായി. ദില്ലി, പഞ്ചാബ്, ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സർക്കാരും വഖഫ് ബോർഡുകളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാതെ എങ്ങനെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് നേതാക്കൾ ചോദിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ നിലപാട് ചില BJP MPമാരും ശരിവച്ചതോടെ സമിതിയുടെ കാലാവധി നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത വർഷം നടക്കുന്ന ബജറ്റ് സമ്മേളനം വരെ JPCയുടെ കാലാവധി നീട്ടി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ തള്ളി CPM. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CBI അന്വേഷണം അവസാന വാക്കല്ലെന്നും സെക്രട്ടറി പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ K മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. നവീന്റെ കുടുംബത്തോട് ഒപ്പമാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴാണ് കുടുംബത്തിന്റെ നിലപാടിനെ പാർട്ടി സെക്രട്ടറി തന്നെ പരസ്യമായി തള്ളിയത്. നവീൻ ബാബു വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും കൃത്യമായ നിലപാട് സ്വീകരിച്ച് തന്നെ മുന്നോട്ടു പോകും. കുടുംബം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ ഇടപെടേണ്ട കാര്യമില്ല. CBI അന്വേഷണത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്.
CBI അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനമെന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. CBI കൂട്ടിൽ കിടക്കുന്ന തത്തയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടില്ലേ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. നിർണായക തെളിവുകൾ ശേഖരിക്കാനല്ല, ഒളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന ആരോപണവുമുണ്ട്. മരണകാരണത്തെക്കുറിച്ച് സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹർജിയിൽ പറയുന്നു. താനും കുടുംബങ്ങളും എത്തുന്നതിന് മുൻപ് തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയത് സംശയമുണ്ടാക്കുന്നു. ഇൻക്വസ്റ്റിനെ ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെട്ടതായും ഹർജിയിൽ പറയുന്നു. ഒക്ടോബർ 15 രാവിലെ 8 മണിക്ക് കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു മരിച്ചതായി അറിയിച്ചത്. എന്നാൽ വീട്ടുകാർ എത്തും മുൻപേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ്. ഇൻക്വസ്റ്റിനെ ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളിതിൽ കൃത്യമായ നിലപാടാണ് അന്നും സ്വീകരിച്ചത്, ഇന്നും സ്വീകരിക്കുന്നത്. ഞങ്ങൾ ADMന്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഗൗരവപൂർവ്വം തന്നെ അന്നും ഇന്നും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത്. അല്ല, അത് കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ? ആ കുടുംബം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് അവർ ഇതിനെ ഈ രീതിയിലൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതിലേക്ക് ഞങ്ങൾ കുറവേണ്ട കാര്യമില്ല. അതെ, വലിയ പ്രയാസമായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കോടതി ഇടപെടുന്ന പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു ഈ കാര്യങ്ങളും ജയിലിൽ കിടക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനിയും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. CBI അന്വേഷണം വേണം എന്നൊരു നിലപാട്. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടിക്കിടക്കുന്ന തത്തയാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ. അവിടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. അതാ ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. CBI അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെയും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. അതിൻ്റെ ഭാഗം തന്നെയാണ് ED, അതിൻ്റെ ഭാഗം തന്നെയാണ് IT. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ ധരിക്കേണ്ടില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ നിർണായക നടപടി. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. EP ജയരാജന്റെ മൊഴിയിലും രവി DC-യുടെ മൊഴിയിലും അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത്. EP ജയരാജന്റെ ആത്മകഥ ചോർന്നത് DC-യിൽ നിന്നെന്ന് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ എന്തിന് ചോർത്തിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തതയില്ല. വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം SP-ക്ക് DGP നിർദ്ദേശം നൽകി. വ്യക്തതയോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ നിർദ്ദേശം. EP ജയരാജൻ ഉൾപ്പെടെ എല്ലാവരുടെയും മൊഴി വീണ്ടും എടുക്കണമെന്ന് മനോജ് എബ്രഹാം പറഞ്ഞു. DGP-യുടെ നിർദ്ദേശപ്രകാരമാണ് ADGP വ്യക്തത തേടിയിരിക്കുന്നത്. അതേസമയം ആത്മകഥാ വിവാദത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവർത്തിക്കുകയാണ് EP ജയരാജൻ. DC ബുക്സ് സസ്പെൻഡ് ചെയ്ത പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയെ അറിയില്ലെന്നാണ് EP-യുടെ വിശദീകരണം. പോലീസ് റിപ്പോർട്ടിന്മേൽ കേസെടുത്ത് അന്വേഷണം വേണോ എന്നതിൽ DGP ഉടൻ തീരുമാനമെടുക്കും. EP-യുടെ ആത്മകഥയുടെ ചുമതല കൂടിയുണ്ടായിരുന്ന പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി AV ശ്രീകുമാറിനെ DC സസ്പെൻഡ് ചെയ്തതോടെ വിവാദം പുതിയ വഴിത്തിരിവിലാണ്. DC-ക്ക് വീഴ്ചയുണ്ടായെന്ന സമ്മതിക്കൽ കൂടിയാണ് അച്ചടക്ക നടപടി. ഇതോടെ വിവാദത്തിൽ EP-യുടെ വാദങ്ങൾക്കാണ് ബലം ഏറുന്നത്. പോളിംഗ് ദിനത്തിൽ ആത്മകഥാഭാഗം പുറത്തുവന്നതിലാണ് EP ഇപ്പോഴും ഗൂഢാലോചന ആവർത്തിക്കുന്നത്. ബോംബായി പ്രചരിച്ച ആത്മകഥാ PDF-നെ പിന്നിൽ ആരാണെന്നതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. EP തിരുത്താൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകനും DC നടപടിയെടുത്തയാളും തമ്മിലായിരുന്നു ആത്മകഥാ പ്രസിദ്ധീകരണത്തിലെ ആശയവിനിമയം എന്നാണ് സൂചന.
പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുവാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകി ഇസ്രായേൽ. അപ്പീൽ തീർപ്പാക്കുന്നതുവരെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരായ അറസ്റ്റ് വാറന്റ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധത്തിൽ യുദ്ധക്കുറ്റം ആരോപിച്ചാണ് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ലോക കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദീഫിനെതിരെയും സമാനമായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാര പരിധിയെയും അറസ്റ്റ് വാറന്റുകളുടെ നിയമസാധുതയെയും ചോദ്യം ചെയ്യുമെന്നും ഹർജി തള്ളിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ എത്രമാത്രം പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. യുഎസും ഫ്രാൻസും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുകയും വാറണ്ടുകൾ തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ യുകെയും കാനഡയും അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്ന് അറിയിച്ചു. അറസ്റ്റ് വാറന്റ് ICCയുടെ ജൂത വിരുദ്ധതയെയാണ് കാണിക്കുന്നതെന്ന് നെതന്യാഹു ആരോപിച്ചിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നടപടി അന്യായമാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരുന്നു. ഇസ്രായേലിനെയും ഹമാസിനെയും ഒരുപോലെ കാണാനാവില്ലെന്നും അമേരിക്ക ഇസ്രായേലിനൊപ്പമുണ്ടെന്നും ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു. തീരുമാനത്തെ മാനിക്കേണ്ടതുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബൊറൽ പറഞ്ഞു. ഇതിനിടെ നെതന്യാഹുവിനെ ഹംഗറി സന്ദർശിക്കാൻ ക്ഷണിക്കുമെന്ന് പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അറിയിച്ചിരുന്നു. ICC ഉത്തരവിന് ഹംഗറിയിൽ ഒരു വിലയും ഉണ്ടാവില്ല. റൊട്ടേഷൻ സമ്പ്രദായത്തിൽ യൂറോപ്യൻ യൂണിയന്റെ 6 മാസ അധ്യക്ഷ പദവി ഇപ്പോൾ ഹംഗറിക്കാണ്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ്. പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് അന്വേഷണം കഴിഞ്ഞാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും ധനകാര്യവകുപ്പ് പ്രതികരിച്ചു. സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷൻ യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. ധനവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരുമൊക്കെ പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടും. പട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും ഇപ്പോൾ സർവീസിലുള്ളവരാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനും മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചു. ആരോഗ്യ വകുപ്പിലാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാരുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കിലെയും വിവരങ്ങൾ താരതമ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. വിവിധ തലങ്ങളിലുള്ള പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയത് ഗുരുതരമായ കുറ്റമാണെന്ന് മന്ത്രി K രാജനും വ്യക്തമാക്കി. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പെൻഷൻ പ്രായം 60 ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു. വിവിധ സർവീസ് ചട്ടങ്ങൾ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കുമെന്ന് മന്ത്രിസഭ യോഗത്തിന് ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. അല്ല, സ്പാർക്കിലൂടെ നമുക്കിത് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു അധിക തുക കൈപ്പറ്റിയാൽ ആ തുക തെറ്റായി പറ്റിയതാണെങ്കിൽ അത് സർക്കാരിലേക്ക് തിരിച്ചടക്കുക എന്നുള്ളതാണ് വകുപ്പ്. പക്ഷേ ഇത് അതിൽ നിർത്താൻ പറ്റുന്നതല്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ
അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കും. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കും. ഇനി ഇതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ സ്പാർക്കിലൂടെ നമ്മൾ കണ്ടെത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ആധാറും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റ് മാത്രമായിരിക്കില്ല, അതിനകത്ത് അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള നടപടിയെ നേരിടേണ്ടി വരും. തുടർ നടപടികൾ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പോയിട്ടുണ്ട്. അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റുകൾ റിപ്പോർട്ട് ചെയ്യും. അത് ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്തുവാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ നേരത്തെ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിനെ ഉള്ളത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല, വായ തുറക്കുന്നില്ല. മലർത്തി കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. ഗർഭകാലത്ത് പലതവണ സ്കാനിംഗ് നടത്തിയതിൽ ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ DMOയോട് റിപ്പോർട്ട് തേടി. ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് DMO ആവശ്യപ്പെട്ടത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂപ്രണ്ട് ഉടൻ DMOയ്ക്ക് കൈമാറും. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡോക്ടർ പുഷ്പ പ്രതികരിച്ചു. ആദ്യ 2 മാസത്തിലാണ് കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ചത്. ഈ കാലയളവിൽ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ല. 5-ാം മാസത്തിലാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത്. ആ സമയത്ത് കുട്ടിയുടെ അമ്മ തന്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയിട്ടില്ലെന്ന് ഡോക്ടർ പുഷ്പ പ്രതികരിച്ചു. ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിൽ പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. VC നിയമനം നിയമവിരുദ്ധമാണെന്നും ചാൻസലറുടെ പ്രീതി അനുസരിച്ചാണ് നിയമനം നടത്തിയതെന്നും മന്ത്രി ബിന്ദു പ്രതികരിച്ചു. ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ നീക്കമെന്നും മന്ത്രി വിമർശിച്ചു. സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണമെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം എന്ന അജണ്ട നടപ്പിലാക്കാനാണ് ബഹുമാനപ്പെട്ട ചാൻസലർ പരിശ്രമിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ട നടപ്പാക്കുന്ന പണിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന്റെ നിയമനം സർവകലാശാല ആക്ടിന് വിരുദ്ധമാണ്. സർക്കാരുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായ നിയമനമാണ് നടത്തിയിരിക്കുന്നത്. വ്യവസ്ഥകൾക്ക് അപ്പുറത്തുകൂടി ചാൻസലർ തീരുമാനമെടുക്കുന്നുവെന്നും മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ അജണ്ട നടപ്പാക്കുന്ന പണി ചാൻസലർ ചെയ്യുന്നു. യോഗ്യരായവർ ഉള്ളപ്പോഴും വിവാദ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവരികയാണ്. ഗവർണർ വികലമായ രീതിയിൽ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. 2022 KTU വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാജശ്രീയുടെ നിയമനം ചട്ടപ്രകാരമല്ലെന്നു കണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയപ്പോഴാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസയെ ഗവർണർ സാങ്കേതിക സർവകലാശാല VC നിയമിച്ചത്. എന്നാൽ ഇതിനെതിരെ സർക്കാർ രംഗത്തിറങ്ങി. സർക്കാരിന്റെ അനുമതി കൂടാതെ വൈസ് ചാൻസലറായി ചുമതലയേറ്റെന്ന് ആരോപിച്ച് സിസയ്ക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങി. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും സർക്കാർ തിരിച്ചടി നേരിട്ടു. സിസ തോമസിനെതിരെ സർക്കാർ സ്വീകരിച്ച അച്ചടക്ക നടപടി 2023 മാർച്ച് 30 ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേസ് ഫയലിൽ സ്വീകരിച്ചിരുന്നില്ല. This is her view. I am only exercising the power which by law are vested in me. So that is, but I am not going to question her opinion.
she is entitled to her opinion. Against the High Court verdict. That's why they are asking. Read the High Court. Read the High Court verdict. We had gone seeking clarification, and High Court said that in the light of the Kannur University judgment, the Chancellor has every authority to act in accordance in the light of the judgment of the Supreme Court and UGC regulations. Read the judgment. It has been given only day before yesterday. Why I was waiting for last more than a month? It was only after it was clarified by the Honorable High Court that we have appointed the two men yesterday, two persons. Minister, you want to deny her the right to have her opinion? Clarification you are asking. No, what is the clarification? That does not deserve. I am giving double duty to a person, but now suddenly you gave an appointment and regarding double duty to whom? Sajid Gopna. Sajid Gopina. He is the vice chancellor of the. But that was at that time because the Honorable High Court had said, and there is a provision in the act of these two universities that government the right of the government to recommend names. On the basis of that recommendation, I have given charge to him. But now Honorable High Court has clarified. Day before yesterday, you do not care to read. Yes, sir. Your problem is you do not care to read. But still the government is saying. By whatever they may be saying, the judgment of the Honorable High Court has only been given day before yesterday. You read it and then you come to me. Yes, sir. But same thing the minister is saying that the governor has done against the High Court verdict, and also governor didn't even advise them. You can advise them to go to the High Court. The minister is saying that. So it's okay. It's okay as far as I am concerned. I am not going to comment on the opinion of the Education Minister. She has every right to say whatever she wants to say. Everybody has the right in democracy. What I have done is, after this position was clarified by the Honorable High Court, clearly I have exercised the powers vested in me by the Act of the University and the UGC regulations. And people in these universities were really, they were not even receiving the certificates, the diplomas, anything. Vice Chancellor needs to sign them. So, day before yesterday, the order came from the Honorable High Court. Why I did not appoint anybody during last 1 month? Because we have moved the High Court, Honorable High Court, to seek clarification. They have clarified. They have said the earlier judgment is no more applicable. They have said that the Chancellor is authorized to act. Chancellor has the power, not authorized, has the power to act. ദിവ്യകാരുണ്യ വർഷാചരണ സമാപനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരത്ത് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 11 മുതൽ 14 വരെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക. തലശ്ശേരി അതിരൂപത ചരിത്രത്തിൽ ആദ്യമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. അതിരൂപതയിലെ 210 ഇടവകകളിലെ 80,000-ലേറെ വരുന്ന കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് 20,000-ഓളം പേർ പങ്കെടുക്കും. സ്നേഹമുള്ളവരെ, തലശ്ശേരി അതിരൂപത 2024 വർഷം ദിവ്യകാരുണ്യ വർഷമായി ആചരിച്ചു വരികയാണ്. ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ ആഘോഷമായ സമാപനമാണ് കാസർഗോഡ് ജില്ലയിലെ തോമാപുരം ചിറ്റാരിക്കാലിൽ വെച്ച് സ്കൂൾ ഗ്രൗണ്ട് ദിവ്യകാരുണ്യ നഗറിൽ വെച്ച് ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുക. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഒരു വലിയ ആത്മീയ ഉത്സവമാണ്. തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായിട്ടാണ് ഏകദേശം 75 വർഷത്തിനിടയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക. നിങ്ങൾക്കറിയാം, ലയോ 13 മാർപ്പാപ്പയാണ് ഫ്രാൻസിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് ചുക്കാൻ പിടിച്ചത്. അതിനുശേഷം അന്താരാഷ്ട്ര തലങ്ങളിൽ, ദേശീയ തലങ്ങളിൽ, അതിരൂപതാ തലങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നു. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇവിടെ സംഭവിക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസം ഡിസംബർ 11, 12, 13 തീയതികളിൽ വൈകുന്നേരം 4:30 മുതൽ രാത്രി 9:30 വരെ
പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 210 ഇടവകളിൽ നിന്നായി വിവിധ സഭാവിഭാഗങ്ങളായി 20,000-ലധികം പേർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഒരുക്കമായി 750 പേരടങ്ങുന്ന 24 കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്. കുടുംബങ്ങളിലും ഇടവകകളിലും ഫൊറോന തലത്തിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രശസ്ത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനിൽ യുവജനങ്ങൾക്കായി സിംബോസിയം, പഠനശിബിരം, പ്രദർശനം, പ്രദക്ഷിണം, പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ വൈദികരും ചേർന്നർപ്പിക്കുന്ന സമൂഹബലി, പരിശുദ്ധ കുർബാനയോടനുബന്ധിച്ചുള്ള രക്ഷാകര രഹസ്യങ്ങളുടെ ലൈവ് ഷോ തുടങ്ങിയവയുമുണ്ടാകും. ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായുള്ള വിശ്വാസം ആഴപ്പെടുത്തുക, സഭയിലും സമൂഹത്തിലുമുള്ള കൂട്ടായ്മയും സൗഹൃദവും ശക്തിപ്പെടുത്തുക, ദിവ്യകാരുണ്യത്തിലൂടെ സഹജീവികളോടുള്ള ജീവകാരുണ്യം യാഥാർത്ഥ്യമാക്കുക, ജീവനും സൗഖ്യവും സഹോദര്യവും സമാധാനവും ദിവ്യകാരുണ്യത്തിലൂടെ സമൂഹത്തിൽ സാധ്യമാക്കുക എന്നിവയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അഭിപ്രായപ്പെട്ടു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.